എല്ലാവർക്കും ടെക് 3 മലയാളത്തിലേക്ക് സ്വാഗതം. ആകർഷകമായ തമ്പനീൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആകർഷകമായ തമ്പനീൽ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ നേടാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ആൾക്കാരും വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് തമ്പനീൽ നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ആകർഷകമായ തമ്പനീൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു വീഡിയോവിൻ്റെ അത്യാവശ്യ ഘടകമാണ്. ഒരു നോക്കാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്. പിക്സൽ ലാബ് എന്ന ആപ്പ് ഇതിനായി ആവശ്യമാണ്. അത് ഗൂഗിൾ പ്ലേ വഴി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ആപ്പ് ഓൺ ചെയ്താൽ ഇങ്ങനെയൊരു സ്ക്രീനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യം തന്നെ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കസ്റ്റം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഒരു ലിസ്റ്റും കൂടി വരും. അത് യൂട്യൂബ് തംബ്നെയിൽ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. യൂട്യൂബ് തംബ്നെയിൽ സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി വിഡ്ത്തും ഹൈറ്റും യൂട്യൂബ് തംബ്നെയിലിനനുസരിച്ച് സെറ്റ് ആവുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായ ഫോട്ടോ ആഡ് ചെയ്യണം. അതിനായി മുകളിലുള്ള പ്ലസ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ ഫോട്ടോ ഇനി ആഡ് ചെയ്യുക. ഈ ഫോട്ടോയുടെ ഏത് ഭാഗമാണോ തമ്പനീലിന് ഉപയോഗിക്കേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യുക. ഇങ്ങനെ ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലെത്തുന്നതിൽ സഹായിക്കും. ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് ഫോട്ടോ വലുതാക്കുക. ആദ്യം കണ്ട ടെസ്റ്റ് എന്ന ഭാഗം ഈ ഫോട്ടോയുടെ അടിയിലാണുള്ളത്. അതും നമുക്ക് മുകളിൽ കൊണ്ടുവരാം. അതിനായി മുകളിലുള്ള ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോയും ന്യൂ ടെസ്റ്റ് എന്ന ഭാഗവും രണ്ടായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഫോട്ടോയുടെ ലോക്ക് ബട്ടൺ അൺലോക്ക് ചെയ്ത ശേഷം അത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവരിക. ലെയർ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടെസ്റ്റ് എന്ന ഭാഗം ഫോട്ടോയുടെ മുകളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട പൊസിഷനിൽ വെക്കാനും അതിൻ്റെ വലിപ്പം കൂട്ടാനും സാധിക്കുന്നതാണ്. താഴെ രണ്ടാമതുള്ള എ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റൈൽ മാറ്റുവാനും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനും കളർ സെറ്റ് ചെയ്യാനും 3D എഫക്റ്റ് കൊടുക്കുവാനും അങ്ങനെ പലതും നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റൈൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി സ്റ്റൈൽ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വേണ്ട സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ന്യൂ ടെസ്റ്റ് എന്ന ഭാഗം ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന് എഡിറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. വേണ്ട ടെക്സ്റ്റ് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്തു ചേർക്കാവുന്നതാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനായി താഴെ സൈസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്ത് വലുതാക്കാവുന്നതാണ്. ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഷാഡോ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി താഴെ ഷാഡോ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ ചെയ്തതുപോലെ നമുക്ക് ഇനി 2 ടെസ്റ്റ് കൂടി ആഡ് ചെയ്യാം. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് പുതുതായി ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ടെസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് താഴെയുള്ള റൊട്ടേറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിന് ബി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഇവ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിനായി ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എനേബിൾ ചെയ്യുക. സ്കെയിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ വലിപ്പം കൂട്ടുവാനും കുറക്കുവാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വേണ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യുക. ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. അടുത്തതായി 3D റൊട്ടേഷൻ എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് നോക്കാം. അതിനായി 3D റൊട്ടേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സ്കെയിൽ ചെയ്ത് നമുക്ക് 3D റൊട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഷേപ്പ് ആഡ് ചെയ്യുന്നതിന് ഷേപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വേണ്ട ഷേപ്പ് സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഏത് ടെസ്റ്റാണോ ഷേപ്പിൻ്റെ ഉള്ളിൽ വരേണ്ടത് ആ ടെസ്റ്റിൻ്റെ മുകളിൽ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ലെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഷേപ്പ് ഡ്രാഗ് ചെയ്ത് ഫോട്ടോയുടെ മുകളിലായും ടെസ്റ്റിൻ്റെ താഴെയായും വെക്കാം. ഇനി നമുക്ക് ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഷേപ്പിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് റിലേറ്റീവ് സൈസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഷേപ്പിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് തമ്പനെയിൽ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതിനായി മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ഇമേജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ടു ഗാലറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമേജ് ഗാലറിയിൽ സേവ് ആവുന്നതാണ്. ഒരു വീഡിയോയുടെ വ്യൂ കൂട്ടാനുള്ള പ്രധാന ട്രിക്കാണ് ആകർഷകങ്ങളായ തംബ്നെയിൽ. അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാം ആകർഷകങ്ങളായ തംബ്നെയിൽ. It's caught in the crossfire.